നമ്മൾ കഴിഞ്ഞ ആഴ്ച സുവിശേഷ ഭാഗ്യങ്ങളെ മുഴുവൻ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ച കാര്യം, ആത്മാവിൽ ദരിദ്രർ എന്നുള്ളത് ദൈവരാജ്യ അനുഭവത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം. ആ യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ രൂപപ്പെട്ട് വളരുമ്പോൾ അവൻ അവനെക്കുറിച്ച് തന്നെയും ദൈവത്തെക്കുറിച്ചുമുള്ള വലിയൊരു തിരിച്ചറിവിലേക്ക് നിരന്തരമായി വളരുന്നു. അപ്പൊ നമ്മളോടുള്ളൊരു ചോദ്യം അതാണ്: നമ്മൾ ആ വിധത്തിലുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വളരുന്നുണ്ടോ? ക്രിസ്തു നമ്മളിൽ വളരുമ്പോൾ നമുക്ക് അളന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ദൈവമെല്ലാമാണ് എന്നും, ദൈവത്തിൽ മാത്രം സുരക്ഷിതത്വം വെക്കുന്ന, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന, ഞാൻ ഒന്നുമല്ല എന്നും, എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്നും, എനിക്കൊന്നുമാകാൻ കഴിയില്ല എന്നുള്ള വലിയ തിരിച്ചറിവിലേക്കുള്ള നിരന്തരമായ വളർച്ച, അങ്ങനെ ദൈവത്തിൽ മാത്രം ആശ്രയത്വത്തിലേക്ക് എത്തുന്നതിലേക്കുള്ള വളർച്ചയാണ് ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുന്നത്. വിലപിക്കുന്നവർ എന്ന് പറയുന്നത് എന്നെയും ലോകത്തെയും എല്ലാം തുറന്ന് പരിശോധിക്കുമ്പോൾ നാം പാവാവസ്ഥയിലാണെന്ന്, നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ലോകം മുഴുവനിലും ഈ പാപത്തിന്റെ, തിന്മയുടെ വലിയ സ്വാധീനത്തിലാണെന്നുള്ള തിരിച്ചറിവിലേക്ക്, അല്ലെങ്കിൽ തുറന്ന പരിശോധനയിലേക്കും മനസ്സിലാക്കലിലേക്കും, അത് നമ്മളെ വലിയൊരു ആന്തരികമായ വിലാപത്തിലേക്കുമൊക്കെ നമ്മളെ എത്തിക്കുന്നു, നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നു, അതിലേക്ക് വളരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ശാന്തശീലർ എന്ന് പറയുമ്പോൾ ദൈവരാജ്യ അനുഭവത്തിലേക്ക് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളർന്നു വരുന്നു എന്ന് മനസ്സിലാക്കുന്നത്, വികാരപരമായി പ്രവർത്തിക്കാതിരിക്കുന്ന, എല്ലാ വികാരങ്ങളുടെയും എല്ലാറ്റിൻ്റെയും മേൽ നിയന്ത്രണമുള്ള, എല്ലായിടത്തും ശാന്തതയോടെ നിൽക്കാൻ കഴിയുന്ന, നമ്മുടെ നോട്ടത്തിലും പെരുമാറ്റത്തിലും നമ്മുടെ മുഖഭാവങ്ങളിലും നമ്മുടെ ചിന്തകളിലുമെല്ലാം ഈ ശാന്തശീലതയോടെയുള്ള, വികാരപരമായി പ്രവർത്തിക്കാതിരിക്കുന്ന വ്യക്തിത്വത്തിലേക്കുള്ള വളർച്ച ക്രിസ്തുവിൻ്റെ ദൈവരാജ്യത്തിലുള്ള, ക്രിസ്തു എന്നിൽ വളരുന്നു എന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണെന്ന് സൂചിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക എന്നുള്ളത്, ക്രിസ്തു എന്നിൽ വളരുമ്പോൾ, ദൈവരാജ്യം എന്നിൽ രൂപപ്പെട്ട് വളരുമ്പോൾ നിരന്തരം ദൈവഹിതം അന്വേഷിക്കാനും, ആ ദൈവഹിതം നിരന്തരം സ്ഥാപിക്കുന്നതിന്, ആ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നതിന്, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള തീവ്രമായ ഒരു വിശപ്പും ദാഹവും നിരന്തരമായി അനുഭവിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന, അതിനുവേണ്ടി നിലപാടുകൾ എടുക്കുന്ന വ്യക്തിത്വത്തിലേക്ക് നമ്മൾ വളരുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കരുണയുള്ളവർ എന്നുള്ള സുവിശേഷ ഭാഗ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവരാജ്യ അനുഭവത്തിലേക്ക് നാം ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ, അനുദിന ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കാരുണ്യത്തിന്റെ മുഖമുള്ളവരാകും. നമ്മൾ ആരെയും നോക്കാതെ, അവരുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാതെ, എല്ലാ മനുഷ്യരോടും കാരുണ്യോടെ വർത്തിക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തിന്റെ ഉപായം ആകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തുവിന്റെ ചിത്രം നമ്മെ രൂപപ്പെടുത്തുന്നതും അതാണ്. അടുത്ത ആറാമത്തെ, ഹൃദയശുദ്ധിയുള്ളവർ എന്ന് പറയുമ്പോൾ, ഈ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വളരുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിന്റെ ഒരു അളവുകോൽ, ലക്ഷ്യം തെറ്റാതെ സ്വർഗം എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന, ബാക്കി എല്ലാറ്റിനോടും, എന്തൊക്കെ ആ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ പിന്തിരിക്കുന്നു അതിനോടെല്ലാം നോ പറയാൻ കഴിയുന്ന, സമ്പൂർണമായ ഒരു ശുദ്ധിയുള്ള ചിന്തയിലും വികാരത്തിലും, നമ്മൾ അത് പഠിച്ചപ്പോൾ വായിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഹൃദയത്തിന്റെ ചിന്തകളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം സ്വർഗം എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാവുക എന്നുള്ളതിലേക്കാണ്. അടുത്ത സമാധാനം സ്ഥാപിക്കുക എന്ന് പറയുന്നത്, ദൈവരാജ്യ അനുഭവം ക്രിസ്തുവിനിൽ വളരുമ്പോൾ എന്നോട് തന്നെ നിരന്തരമായി എല്ലാറ്റിനോടും യുദ്ധം ചെയ്ത് എൻ്റെ ഉള്ളിൽ സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒഴുക്കിനെതിരെയുള്ള ഒരു നീന്തലാണ്, അവിടെ നീതിക്ക് വേണ്ടിയുള്ള ഒരു പീഡനത്തിലൂടെ കടന്നു പോകുമെന്നാണ് നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചത്. ഇത് വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ, ഫേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ വ്യക്തിത്വം മുഴുവനാണ് ഇവിടെ പ്രകടമാകുന്നത്. ആ സ്വഭാവം മുഴുവനാണ് അവിടെ പ്രകടമാകുന്നത്. യേശു ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ആയിത്തീരേണ്ട, നമ്മൾ ഓരോരുത്തരും രൂപപ്പെടേണ്ട ആ വ്യക്തിത്വത്തെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തത്, കാണാൻ കഴിയുന്നുണ്ടോ?
വന്നുകൊണ്ട് ആത്മാവിൽ ദരിദ്രർ ആത്മാവിൽ ദരിദ്രർ എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത നമ്മൾ കണ്ടത്. അത് ദൈവത്തെക്കുറിച്ചും എന്നെക്കുറിച്ചുമുള്ള നിരന്തരമായ അറിവിന്റെ തലത്തിൽ ഞാൻ ആരാണെന്നും ദൈവം ആരാണെന്നുമുള്ള ആഴമായ തിരിച്ചറിവിലേക്കുള്ള നിരന്തരമായ വളർച്ചയിലൂടെയുള്ളൊരു യാത്രയാണ് ഒരു ക്രിസ്തു ശിഷ്യന്റെ ദൈവരാജ്യ അനുഭവത്തിൽ വളരുന്ന, ദൈവരാജ്യം എൻ്റെ ഉള്ളിൽ വളരുമ്പോൾ ആ വളരുന്ന എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന്, ദൈവം ആരാണ്, ദൈവത്തിൽ മാത്രം സുരക്ഷിതത്വം കണ്ടെത്തുന്ന, ദൈവം എല്ലാമാണെന്നും എന്നെ നിരന്തരം പരിപാലിക്കുമെന്നും. ആകാശത്തിലെ പറവുകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കാപ്പരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും അവിടുന്ന് എന്നെ പരിപാലിക്കുന്നു എന്നുള്ള വലിയ അവബോധം, ഒരു ചിന്ത മാത്രമല്ല, മറിച്ച് അത് ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റുന്ന ബോധ്യങ്ങളുടെയും ഉറപ്പിന്റെയും അനുഭവത്തിലേക്കുള്ള വളർച്ചയാണ് എന്നുള്ളതാണ്. ഒപ്പം എന്നെക്കുറിച്ച് തന്നെ ഞാൻ ഒന്നുമല്ല എന്നും ഇതൊന്നും എൻ്റെതല്ല എന്നും, ഈ ദൈവം ഈ ലോകത്തിൽ എനിക്ക് വേണ്ടി തന്നിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളാവട്ടെ, മക്കളാവട്ടെ, ജീവിത പങ്കാളിയാവട്ടെ, എൻ്റെ വീടാവട്ടെ, എൻ്റെ സമ്പത്താവട്ടെ, ആരോഗ്യമാവട്ടെ, എനിക്കുള്ളതെല്ലാം ഒന്നും എൻ്റെ സ്വന്തമല്ല, ഇതെല്ലാം ദൈവം ദാനമായി തന്നതാണ് എന്നുള്ള വലിയ തിരിച്ചറിവിലേക്കുള്ള നിരന്തരമായ വളർച്ച നടക്കുന്നത് ഈ ഒരു ക്രിസ്തു ശിഷ്യന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. അത് ദൈവരാജ്യ അനുഭവം, ക്രിസ്തു എന്നിൽ വളരുന്നു എന്നതിന്റെ ഫേസ്, യേശു ക്രിസ്തുവിന്റെ മുഖം എന്നിൽ ഉണ്ട്, രൂപപ്പെടുന്നു എന്നതിന്റെ അടയാളമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. വിലപിക്കുന്നവർ എന്ന് പറയുന്നത് അതും മനുഷ്യനെ കുറിച്ചും ലോകത്തെ കുറിച്ചും എന്നെക്കുറിച്ചും, മനുഷ്യൻ എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരെ കുറിച്ചും എല്ലാ മനുഷ്യരെ കുറിച്ചും ലോകത്തിലുമുള്ള തിന്മയുടെ സ്വാധീനം വലുതാണെന്നുള്ള ഒരു വലിയ മനസ്സിലാക്കലിലേക്ക്, ഒരു തുറന്ന പരിശോധനയിലേക്ക്, നിരന്തരമായി തുറന്ന് എന്നെ തന്നെ ചുറ്റുപാടുമുള്ള മനുഷ്യനെ, ലോകത്തെയൊക്കെ മനസ്സിലാക്കുമ്പോൾ ഈ ലോകം മുഴുവനിലും തിന്മയുടെ സ്വാധീനം എത്രമാത്രം ഉണ്ട് എന്നും അത് എത്രമാത്രം വലുതാണ് എന്നും തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിലേക്ക് നിരന്തരമായി വളരുന്ന. അപ്പോൾ ഒരാൾ എന്നോട് ദേഷ്യപ്പെടുമ്പോൾ, ഒരാൾ എന്നോട് പെരുമാറുമ്പോൾ, ചുറ്റുപാടുമുള്ള മനുഷ്യരും ചുറ്റുപാടുമുള്ള സമൂഹവും ഒക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ മൂല്യത്തിന് എതിരായി നിൽക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് അവരിലൊക്കെ അവരുടെ കുഴപ്പം കൊണ്ടല്ല, അവരിലൊക്കെ ഈ വലിയ തിന്മയുടെ സ്വാധീനം അവർ പോലും അറിയാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു മനസ്സിലാക്കലിലേക്ക്, തുറന്ന പരിശോധനയിലേക്ക് എത്രമാത്രം ആഴത്തിൽ വളരുന്നു എന്നത് ക്രിസ്തുവിന്റെ മുഖം നമ്മളിൽ വളരെ പ്രകാശമാനമാക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ശാന്തശീലൻ എന്ന് പറയുന്നത് ആ ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമായ ഒരു സ്വഭാവ സവിശേഷതയിലേക്ക് നാം വളരുകയാണ്. അത് എല്ലായിടത്തും ശാന്തശീലതയോടെ, നമ്മുടെ നോട്ടത്തിലാവട്ടെ, നമ്മുടെ മുഖത്തിന്റെ ഭാവത്തിലാവട്ടെ, നമ്മുടെ സാന്നിധ്യത്തിലാവട്ടെ, നമ്മുടെ ഏത് പ്രവർത്തനങ്ങളിലും ആ ഒരു ശാന്തശീലത കൈവരിക്കുന്നതിലേക്കുള്ള വളർച്ച, അത് ക്രിസ്തുവിന്റെ മുഖം പ്രകാശിതമാക്കുന്നതാണ്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുമെന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ആ ചിത്രം, ആ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ, നമ്മുടെ സാന്നിധ്യവും നമ്മുടെ നോട്ടവും നമ്മൾ ചിലരെ കുറിച്ചൊക്കെ പറയാറില്ലേ, കണ്ടില്ലേ എത്രമാത്രം ശാന്തശീലതയാണ് അവന്റെ ആ പെരുമാറ്റത്തില്, ആ നടപ്പില്, ആ നോട്ടത്തില്, ആ പ്രവർത്തനങ്ങളിൽ, ശൈലികളിലെല്ലാം. അതിലേക്കുള്ള വളർച്ച ക്രിസ്തു എന്നിൽ, ഈ ഒരു സുവിശേഷ ഭാഗ്യങ്ങളുടെ അരൂപി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തനക്ഷമമാണ്, എന്നിൽ ഉണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുകയാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണുക. നാലാമത്തെ മേഖലയിലേക്ക് പോകുമ്പോൾ, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവഹിതം നിരന്തരമായി തേടുന്ന, അന്വേഷിക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം നിരന്തരമായി ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്ന, ആ ഹിതം നടപ്പാക്കുന്ന, അതിനുവേണ്ടി തീക്ഷ്ണതയോടെ, തീവ്രതയോടെ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിത്വത്തിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് സുവിശേഷ ഭാഗ്യങ്ങളുടെ അരൂപിയാണ്. ഫേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ മുഖഭാവം എന്നിൽ പ്രകടമാകുന്ന ഒരു തലമാണ് എന്നുള്ളതാണ്. അഞ്ചാമത്തത് കരുണയുടെ മുഖമുള്ളവർ, നന്മ പ്രവർത്തിക്കുന്ന, എല്ലാ മനുഷ്യരോടും എല്ലാ പ്രപഞ്ചത്തോടും പ്രകൃതിയോടും എല്ലാം നന്മ പ്രവർത്തിക്കുന്ന, കാരുണ്യത്തിന്റെ മുഖമുള്ള, എന്നെ വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, എനിക്കെതിരെ നിൽക്കുന്നവനും കരുണ കാണിക്കുന്ന,
അവനും നന്മ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രവർത്തന ശൈലിയിലേക്ക് നിരന്തരമായി വളരും. വേറെ ആരെയും നോക്കാതെ, വേറെ ഒന്നിനെയും നോക്കാതെ ആ നല്ല സമറിയക്കാരന്റെ ഉപമയൊക്കെ നമ്മുടെ മനസ്സിൽ വരച്ചിടുന്നത് അത് ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിന്റെ അല്ലെങ്കിൽ ആ മുഖഭാവം പ്രകാശിതമാകുന്നതാണ്. അല്ലെങ്കിൽ നല്ല കള്ളനെ കുറിച്ചുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ചെവി ഛേദിച്ച മനുഷ്യന്റെ ചെവിയെ സുഖപ്പെടുത്തുന്നത്, ബറാബാസിനെ കൊലപാതകിയായ ബറാബാസിനെ വെറുതെ വിടുന്നത് ഒക്കെ ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുമ്പോൾ, സുവിശേഷം വരച്ചു കാണിക്കുമ്പോൾ അത് സുവിശേഷ ഭാഗ്യങ്ങളുടെ അരൂപിയിലുള്ള വ്യക്തിത്വമാണ്. അത് മദർ തെരേസയുടെ ആവട്ടെ, ഫ്രാൻസിസ് അസീസിയുടെ ആവട്ടെ, വിശുദ്ധരൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഈ കാരുണ്യത്തിന്റെ മുഖം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അത് ക്രിസ്തുവിന്റെ മുഖം തന്നെയാണ് അവിടെ പ്രകാശിതമാകുന്നത് എന്നുള്ളതാണ്. ആറാമത്തത്, ഇങ്ങനെ കരുണ കാണിച്ച് മുന്നോട്ട് പോകുമ്പോഴും വഴി തെറ്റാതെ നാം പോകണം. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണെന്നും പിതാവിന്റെ പക്കൽ നിന്നാണ് വന്നതെന്നും തിരിച്ച് പിതാവിന്റെ പക്കലേക്കാണ് പോകേണ്ടതെന്നും നമ്മുടെ ഹൃദയശുദ്ധി, നമ്മുടെ വികാരവും വിചാരവും ചിന്തയും പ്രവൃത്തിയും എല്ലാം വളരെ ലക്ഷ്യബോധത്തോടെ വഴിതെറ്റാതെ യാത്ര ചെയ്യണമെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി. അപ്പോൾ വഴിതെറ്റാതെ, നിരന്തരമായി വഴിതെറ്റാതെ യാത്ര ചെയ്യുന്നവന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മുഖം പ്രകാശിതമാണ്. അല്ലെങ്കിൽ അവൻ ആ സുവിശേഷ ഭാഗ്യങ്ങളുടെ അരൂപിയിൽ ജീവിക്കുകയാണ്, വളരുകയാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഏഴാമത്തെ, സമാധാനം സ്ഥാപിക്കുന്നവർ. എന്നോട് തന്നെ നിരന്തരമായി യുദ്ധം ചെയ്ത് ദൈവരാജ്യം എൻ്റെ ഉള്ളിൽ സംസ്ഥാപിതമാക്കുക. നിരന്തരമായ എല്ലാ കാര്യത്തിലും എന്നോട് തന്നെ യുദ്ധം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ വളരെ കൃത്യമായി ആ സുവിശേഷ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാകുന്ന, അങ്ങനെ ഞാൻ എൻ്റെ ഉള്ളിൽ സമാധാനം സ്ഥാപിക്കുമ്പോൾ ഞാൻ ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം ആ സമാധാനത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒഴുക്കിനെതിരെയുള്ള നീന്തലാണ് പീഡനം. അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. ഒരു ക്രിസ്തു ശിഷ്യന്റെ, അപ്പസ്തോല പ്രേക്ഷിത ശിഷ്യൻ എന്ന നിലയിൽ നമ്മുടെ അവകാശമാണ് എന്ന് ഇത്രയും 7 കാര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പീഡിപ്പിക്കപ്പെടുക എന്നുള്ളത്. നമുക്കറിയാം, അവകാശം നേടിയെടുക്കും വരെ സമരം ചെയ്യുമെന്ന് പറയാറുണ്ട് അല്ലെ. എന്താണ് നമ്മുടെ അവകാശം? ഇത്രയും ചെയ്ത് കടന്നു പോകുമ്പോൾ നീതിക്ക് ആ പീഡനങ്ങളിലൂടെ കടന്നു പോകുക, പീഡിപ്പിക്കപ്പെടുക, ക്രൂശിക്കപ്പെടുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് ഫേസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ സുവിശേഷ ഭാഗ്യങ്ങൾ മുഴുവൻ യേശു ക്രിസ്തു എന്ന വ്യക്തിയുടെ വ്യക്തിത്വവും മുഖഭാവവും ജീവിതവും മുഴുവൻ വ്യക്തമാക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവരാജ്യം എന്താണ്? ആ ദൈവരാജ്യം എൻ്റെ ഉള്ളിൽ, ദൈവരാജ്യം വരണമേ എന്ന് നാം പറയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അത് എന്താണ് എന്ന് കൃത്യമായി സുവിശേഷം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ്. ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ നാം വളർത്തി 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 ക്രിസ്തുവിന്റെ പൂർണ്ണതയിലേക്ക്, ഇത് പിതാവായ ദൈവത്തിന്റെ പൂർണ്ണതയാണ്. പറഞ്ഞതിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ആ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഈ മുഖവും ഭാവവും വ്യക്തിത്വവും ഉള്ളവനാണ് പിതാവ്. അവൻ തന്നെയാണ് ക്രിസ്തു. ആ ക്രിസ്തു തന്നെയാണ് മറ്റൊരു 5ാമത്തെ സുവിശേഷമായി ക്രിസ്തുവായി മാറിയ ഫ്രാൻസിസ് അസീസി സൂചിപ്പിക്കുന്നത്. നാം ഇങ്ങനെ ആവണമെന്ന് നാം ഓർമ്മപ്പെടുത്തുകയാണ്. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതെല്ലാം മനോഹരമായി കാണാം. എല്ലാ വിശുദ്ധരുടെ ജീവിതത്തെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന യേശു പഠിപ്പിച്ച പ്രാർത്ഥന. ഇപ്പൊ യേശുവിന്റെ ഉപമകൾ മുഴുവൻ ദൈവരാജ്യമായിരുന്നു. യേശു പഠിപ്പിച്ച സുവിശേഷ ഭാഗ്യങ്ങൾ മുഴുവൻ ദൈവരാജ്യമായിരുന്നെങ്കിൽ അവിടുന്ന് പഠിപ്പിച്ച പ്രാർത്ഥന അതെന്താണ്? മത്തായിയുടെ സുവിശേഷം 6:9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത്. ആരെങ്കിലും ഒന്ന് വായിക്കാൻ കഴിയുമോ? യേശു പഠിപ്പിച്ച പ്രാർത്ഥന മത്തായി 6:9 മുതൽ 13 വരെ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ മതി മതി. അവിടുന്ന് പഠിപ്പിച്ച ആ പ്രാർത്ഥന എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ മത്തായി 6:9, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ദൈവം എൻ്റെ പിതാവാണ്.
ആ പിതാവിൽ, ആ അപ്പനിൽ മാത്രം ആശ്രയത്വം വെക്കുന്ന, സുരക്ഷിതത്വം തേടുന്ന ആ ദൈവം എൻ്റെ പിതാവാണെന്നുള്ള വലിയ ബോധത്തോടെ. അപ്പൊ എന്താണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ കരങ്ങള് ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ സൂചിപ്പിക്കുന്ന ചിത്രം തന്നെ അതാണല്ലോ. അപ്പം ഞാൻ ഒന്നുമല്ല ദൈവമേ, അങ്ങാണ് എല്ലാം എന്നുള്ള വലിയ അവബോധത്തോടെ ഒരു പുത്രന്റെ എന്താ പറയുന്നത്, വ്യക്തിത്വത്തോടെയും സ്വഭാവത്തോടെയും മാത്രമല്ല, പിതാവായ ദൈവം എൻ്റെ അപ്പനാണെന്നുള്ള വലിയ അവബോധത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞാൻ ഒന്നുമല്ല, എൻ്റെ പിതാവാണ് എല്ലാം. എൻ്റെ അപ്പൻ പറയുന്ന പോലെയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ തങ്ങളുടെ പിതാവിന്റെ പക്കൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓടി ചെല്ലുക അപ്പന്റെ അടുത്താണ്. ഒന്നിനെ കണ്ട് പേടിച്ചു, അപ്പന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും, അപ്പന്റെ മടിയിൽ കയറിയിരിക്കും. പിന്നെ ആ കുഞ്ഞ് എപ്പോഴും സുരക്ഷിതത്വ ബോധമുള്ളവനാണ് എന്ന് പറയുന്നത് പോലെ, സ്വർഗസ്ഥനായ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. അത് ഒന്നാമത്തെ സുവിശേഷ ഭാഗ്യവുമായി ചേരുന്നതാണ്. അതായത് ആത്മാവിൽ ദരിദ്രൻ, ദൈവത്തിൽ മാത്രം സുരക്ഷിതത്വം കണ്ടെത്തുന്ന, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന, ഞാൻ ഒന്നുമല്ല എന്നും ദൈവം എല്ലാമാണ് എന്നും അപ്പന്റെ മുഖത്ത് നോക്കി അപ്പന്റെ പേര് കളയാതെ അപ്പന്റെ വ്യക്തിത്വത്തിനനുസൃതമായി എൻ്റെ അപ്പൻ സ്വർഗസ്വനായ പിതാവാണ് എന്നുള്ള വലിയ ബോധത്തോടെ ജീവിക്കുന്ന, അവനിൽ മാത്രം സുരക്ഷിതത്വം കണ്ടെത്തി ജീവിക്കുന്ന, അവനിൽ മാത്രം ആശ്രയിച്ചം വെച്ച് ജീവിക്കുന്ന ആത്മാവിൽ ദരിദ്രർ എന്ന് എന്താണെന്ന് അവിടുന്ന് പഠിപ്പിച്ചത് തന്നെയാണ് പ്രാർത്ഥനയാക്കിയത്. അപ്പൊ സ്വർഗസ്വനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ ദരിദ്രർ എന്ന് അവിടുന്ന് പഠിപ്പിച്ച ആ സുവിശേഷ ഭാഗ്യങ്ങൾ, ആ ഗിരിപ്രഭാഷണം തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 6:9 രണ്ടാമത്തെ ചിത്രമാണ്, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. POCയുടെ പുതിയ പഠന ബൈബിളിന്റെ വാക്യങ്ങളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണം. എന്താണ് അങ്ങയുടെ നാമം? ഒരപ്പന്റെ നാമം പരിശുദ്ധമാക്കപ്പെടുന്നത് എപ്പോഴാണ്? അപ്പന്റെ പേര് കളയാതിരിക്കുമ്പോഴാണ്, അപ്പന്റെ ലക്ഷ്യത്തോടെ ജീവിക്കുമ്പോഴാണ്, അപ്പന്റെ പേരിന് കോട്ടം വരുത്താതിരിക്കുമ്പോഴാണ്, കളങ്കം വരുത്താതിരിക്കുമ്പോഴാണ്. നമ്മൾ സാധാരണഗതി പറയാറുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. അതായത്, എടാ അപ്പന്റെ പേര് കളയരുത്, അപ്പന്റെ നാട്ടിലൊരു വിലയും നിലയും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ, അപ്പന്റെ ലക്ഷ്യത്തോടെ അപ്പന്റെ നാമത്തിന് കോട്ടം വരാതെ നാം ജീവിക്കണമെന്ന് സൂചിപ്പിക്കുമ്പോൾ, അവിടുത്തെ നാമം എപ്പോഴാണ് പരിശുദ്ധമാക്കപ്പെടുന്നത്? എൻ്റെ അപ്പൻ ഇന്നതാണ്, അപ്പനെ പോലെ തന്നെയാണ് മകൻ എന്നുള്ള ആ ലക്ഷ്യം തെറ്റാതെ വ്യക്തതയോടെ ജീവിക്കുമ്പോഴാണ്, ആ അപ്പന്റെ അടുത്ത് എത്തുമ്പോഴാണ്, അപ്പനോട് ചേർന്ന് നടക്കുമ്പോഴാണ്. അതാണ് ആറാമത്തെ സുവിശേഷ ഭാഗ്യം. ഹൃദയശുദ്ധിയുള്ളവർ, ലക്ഷ്യം തെറ്റാതെ യാത്ര ചെയ്യുന്നവർ, എൻ്റെ ഹൃദയത്തിന്റെ വികാരങ്ങളും ചിന്തയും പ്രവർത്തനങ്ങളും എല്ലാം ദൈവത്തിന്റെ വികാരത്തോടും വിചാരത്തോടും പ്രവർത്തനത്തോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ആ പരിശുദ്ധി നഷ്ടപ്പെടുത്താതെ, ആ നിഷ്കളങ്കത നഷ്ടപ്പെടുത്താതെ, അവിടുത്തെ നാമത്തിന് കോട്ടം വരുത്താതെ നാം ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ച അതേ കാര്യം തന്നെയാണ് അവിടുന്ന് പ്രാർത്ഥനയാക്കുന്നത്. അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്നുള്ളത്. അത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നുള്ള ആറാമത്തെ സുവിശേഷ ഭാഗ്യവുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പൊ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമെന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ലക്ഷ്യം തെറ്റാതെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ എത്രയോ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ഓരോ രഹസ്യം ചൊല്ലിയപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. ദൈവമേ, ലക്ഷ്യം എൻ്റെ ഇന്നത്തെ ദിവസം എൻ്റെ ഹൃദയത്തിന്റെ വികാരങ്ങളും ചിന്തകളും തോന്നലുകളും പ്രവർത്തനങ്ങളും ഒക്കെ ലക്ഷ്യം തെറ്റാതെ സ്വർഗം എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട്, പിതാവേ, അവിടുത്തെ നാമത്തിന് യാതൊരു കോട്ടവും വരുത്താതെ ജീവിക്കണമെന്ന് നാം പ്രാർത്ഥിക്കുകയാണ്. ഹൃദയശുദ്ധിയിലേക്ക് വളരാനായിട്ടുള്ള കൃപാവരത്തിന് വേണ്ടി കൂടി നാം പ്രാർത്ഥിക്കുകയാണ് എന്ന് നമ്മെ സൂചിപ്പിക്കുകയാണ്. മത്തായി 6:9 നമ്മൾ അടുത്തതിൽ ഭാഗം കാണുന്ന, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, അവിടുത്തെ രാജ്യം വരണമേ. അവിടുത്തെ രാജ്യം എപ്പോഴാണ് എൻ്റെ ഉള്ളിൽ വരുന്നത്? അത് എന്നോട് തന്നെ നിരന്തരം യുദ്ധം ചെയ്ത് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി സമാധാനത്തോടെ എൻ്റെ ഉള്ളിൽ വലിയൊരു സമാധാനവും സ്വസ്ഥതയും വരുത്തുമ്പോഴാണ്. ഓരോ കാര്യത്തോടും യുദ്ധം ചെയ്ത്, ദൈവമേ, ഇത് നിന്റെ ഹിതമാണോ, നിന്റെ പദ്ധതിയാണോ, നീ പറഞ്ഞ ഇപ്രകാരമാണോ ഞാൻ ജീവിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിന്റെ ഈ പ്രയാസങ്ങളിലൂടെ ഞാൻ ഇപ്പോൾ കടന്നു പോകേണ്ടതാണോ, എൻ്റെ ജീവിതത്തിന്റെ ദുരിതങ്ങളിലൂടെ ഞാൻ ഇപ്പോൾ കടന്നു പോകേണ്ടതാണോ,
യുദ്ധം ചെയ്ത് അതിനെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നതിലേക്ക് നാം മാറ്റപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ രാജ്യം വരുന്നത്. ക്രിസ്തു തന്നോട് തന്നെ യുദ്ധം ചെയ്ത് ആ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിന്റെയും യോസേപ്പിതാവിന്റെയും മകനായി 30 വർഷക്കാലം രഹസ്യ ജീവിതം നയിക്കുമ്പോൾ അവിടുന്ന് അപ്പനോട് യോസേപ്പിതാവിനോടും മാതാവിനോടും ഒപ്പം അധ്വാനിക്കുമ്പോൾ അവർക്ക് വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ അവരെ അനുസരിക്കുമ്പോൾ അവിടുന്ന് 3 വർഷക്കാലത്തെ പരസ്യ ജീവിതത്തിൽ പിതാവിന്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴൊക്കെ തന്നോട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ട് തൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഹിതം, പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ തൻ്റെ ഉള്ളിൽ സമാധാനം സ്ഥാപിക്കുകയാണ്. ആ മുഴുവൻ ചിത്രവും നമ്മൾ കാണുന്നത് 7-ാമത്തെ സുവിശേഷ വാക്യമാണ്, സമാധാനം സ്ഥാപിക്കുന്നവർ. അപ്പൊ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിരന്തരമായി യുദ്ധം ചെയ്ത് ദൈവമേ ഇന്ന് അവിടുത്തെ രാജ്യത്തിന്റെ സമാധാനം എൻ്റെ ഉള്ളിൽ എന്നോട് തന്നെ നിരന്തരമായി യുദ്ധം ചെയ്യണം. ഞാൻ ദേഷ്യപ്പെടണോ, ഞാൻ ചീത്തവാക്ക് പറയണമോ, ഞാൻ കള്ളത്തരം കാണിക്കണമോ, അനീതി പ്രവർത്തിക്കണമോ, എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കണം, അങ്ങനെ എന്നോട് തന്നെ നിരന്തരമായി യുദ്ധം ചെയ്തുകൊണ്ട് എൻ്റെ ഉള്ളിൽ സമാധാനം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഭാവത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് മത്തായിയുടെ സുവിശേഷം 6:10 കാണുന്നത് പ്രകാരമാണ്, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ശാന്തശീലൻ അവിടുത്തെ ഹിതം ഇതാണെങ്കിൽ, ദൈവമേ ഈ പ്രയാസത്തിലൂടെ കടന്നു പോകണം എന്നുള്ളതാണെങ്കിൽ, ഒരുപക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില രോഗങ്ങളിലൂടെ നാം ദൈവമേ അവിടുത്തെ ഹിതം ഈ രോഗങ്ങളിലൂടെ ഞാൻ കടന്നു പോകണമെന്നാണെങ്കിൽ, ഈ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ ഞാൻ കടന്നു പോകണമെന്നാണെങ്കിൽ, ദൈവമേ ഈ അവഹേളനങ്ങളിലൂടെ കടന്നു പോകണമെന്നാണെങ്കിൽ, ഈ മാനസികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണമെന്നാണെങ്കിൽ, എൻ്റെ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്ന ഈ പറയുന്ന എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകണമെന്നാണ് അവിടുത്തെ ഹിതമെങ്കിൽ, ദൈവമേ ശാന്തശീലതയോടെ ഞാൻ നിൽക്കുന്നു. ദൈവമേ അതിനെ സ്വീകരിക്കാൻ അവിടെ എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ നിൽപ്പും വളരെ ശാന്തതയോടെ ആവാനായിട്ട് എത്ര വലിയ പ്രശ്നം വന്നാലും, മല ഇളകി വരുന്നാലും, കടല് കയറി വന്നാലും, പ്രകൃതി മുഴുവൻ ക്ഷോഭമായി വന്നാലും, മുഴുവൻ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവമേ നിന്റെ ഹിതം ഇതാണെങ്കിൽ ഞാൻ ശാന്തശീലതയോടെ നിൽക്കുന്നു എന്ന ക്രിസ്തുവിന്റെ മുഖം അല്ലെ എന്നെ നോക്കുന്നത്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്. അവിടുന്ന് കുരിശിൽ തറയ്ക്കപ്പെടാൻ പോകുമ്പോഴും കുരിശിൽ നഗ്നനായി കിടക്കുമ്പോഴും ഒക്കെ ആ ശാന്തശീലതയുടെ മുഖഭാവം നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ആകണമേ എന്ന് നാം നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ ഇന്നേ ദിനം ഈ സമയം ഇതിലൂടെയാണ് കടന്നു പോകേണ്ടതെങ്കിൽ, ഇത് അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണെങ്കിൽ ഞാനതിനെ സ്വീകരിക്കുന്നു, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളതിലേക്ക് പ്രാർത്ഥിക്കുന്നതിന് മാത്രമല്ല, ആ 3-ാമത്തെ സുവിശേഷ ഭാഗ്യം നമ്മളിൽ ആഴപ്പെട്ട് രൂപപ്പെട്ട് വളരാൻ വേണ്ടി കൂടെയുള്ള പ്രാർത്ഥനയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ശാന്തശീലരായി കിടന്നുറങ്ങുന്ന വലിയ പ്രശ്നങ്ങളും പ്രകോപനങ്ങളും പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങൾ എത്രയോ നിഷ്കളങ്കതയോടെ ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ വലിയൊരു ശാന്തശീലത ഉണ്ടാവാനായിട്ട് പറയുന്നത് ആ 3-ാമത്തെ സുവിശേഷ ഭാഗ്യമാണ്. അത് തന്നെയാണ് അവിടുന്ന് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. മത്തായി 6:11 നാം വരുമ്പോൾ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. നിങ്ങൾ എന്റെ 2-ാമത്തെ പാർട്ടാണ് പറയുന്നത്, അന്നു വേണ്ടുന്ന ആഹാരം. ഓരോ ദിനവും നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന ആഹാരത്തെ കുറിച്ച് മാത്രമല്ല, ആ ആഹാരത്തെ കുറിച്ചുള്ള ചിന്തയുണ്ട്. ഓരോ ദിവസവും ജീവിക്കാൻ ആവശ്യമായ അന്നു വേണ്ടുന്ന പോഷണം നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് മാത്രമല്ല, മറിച്ച് നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവുമാണ്. ഓരോ ദിവസവും നീതി നടപ്പാക്കുന്നതിന്, ദൈവഹിതം അന്വേഷിക്കുന്നതിന്, ആ ദൈവഹിതം അന്വേഷിച്ച് ഇന്നത്തെ ദിവസം എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും, ഞാൻ ചുറ്റുപാടുമുള്ള എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് ഈ ദൈവിക നീതി നടപ്പാക്കാൻ തീക്ഷ്ണതയും തീവ്രതയും ഉണ്ടോ എന്നും, എൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് നീതിയും ലഭിക്കാത്തതിൽ അത് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടോ എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അപ്പൊ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന്റെ ഹിതം നിരന്തരം തേടുന്നതിലും ആ ദൈവത്തിന്റെ ഹിതം നടപ്പാക്കുന്നതിലും ദൈവത്തിന്റെ ഹിതം മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിനും വേണ്ടിയുള്ള തീഷ്ണവും തീവ്രവുമായ ആഗ്രഹം, അത് 4-ാമത്തെ സുവിശേഷ ഭാഗ്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന.
അടുത്ത അഞ്ചാമത്തെ കരുണയുള്ളവർ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പൊ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചു, ഞങ്ങൾ കരുണ കാണിച്ചു. ഞങ്ങളെ വേദനിപ്പിച്ചവരോട്, ഞങ്ങളെ ദുഃഖിപ്പിച്ചവരോട്, ഞങ്ങൾക്ക് സങ്കടം വരുത്തിയവരോട്, ഞങ്ങൾക്ക് പ്രതികൂലമായി ചെയ്തവരോട് എല്ലാവരോടും ഞങ്ങൾ ക്ഷമിക്കുകയാണ്, ഞങ്ങൾ കരുണ കാണിക്കുകയാണ്. അപ്പം സുവിശേഷ വാക്യങ്ങളിലെ അഞ്ചാമത്തെ സുവിശേഷ വാക്യമാണ് കരുണയുള്ളവർ. അപ്പൊ ആ കരുണ ഞങ്ങളുടെ അനുദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനോടും ക്ഷമിക്കുന്നതിന്, വെറുതെ വിടുന്നതിന്, പുഞ്ചിരിയോടെ അവരോട് സമീപിക്കുന്നതിന്, അതൊക്കെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അത് ക്ലോസ് ആണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിക്കരുതെന്നുള്ളത്. അപ്പൊ കരുണ കാണിക്കുക എന്നുള്ളത് അവിടുന്ന് പ്രാർത്ഥനയാക്കിയതാണ്. ഞങ്ങളോട് കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കണമേ. ആ ശക്തിക്ക് വേണ്ടി നമ്മൾ ഈ ആഴ്ച കടന്നു പോകുമ്പോൾ നമ്മൾ ധാരാളം മനുഷ്യരോട് കരുണ കാണിക്കാനുണ്ട്. അവരോടൊക്കെ ഹൃദയപൂർവ്വം ക്ഷമിക്കുക. അല്ലെ, നമ്മുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള, സങ്കടപ്പെടുത്തിയിട്ടുള്ള, നൊമ്പരപ്പെടുത്തിയിട്ടുള്ള, ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും അതിലൂടെയൊക്കെ കടന്നു പോകുന്ന എല്ലാവരോടും കാരുണ്യത്തിന്റെ മുഖമുള്ളവരാവുക എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തത്, ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങളുടെ തെറ്റുകൾ, പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. എൻ്റെ ബലഹീനതകൾ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ പാപത്തിന്റെ അടിമത്തത്തിൽ വീണുപോയി. അതാണ് രണ്ടാമത്തെ സുവിശേഷ ഭാഗ്യം. വിലപിക്കുന്നവർ. ദൈവമേ, ഞാൻ പാപിയാണ്, ഞാൻ തെറ്റ് ചെയ്തു പോയി, ഞങ്ങളുടെ ഈ തെറ്റുകൾ, ഞങ്ങളുടെ ഈ കടങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിച്ചത് രണ്ടാമത്തെ സുവിശേഷ ഭാഗ്യവുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണം. മത്തായി 6:13. ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒഴുക്കിന് എതിരുള്ള നീന്തലമാണ്. അവിടെ നീതിക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെടും, പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകും, ഏറെ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന മുഴുവൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഏതാണ്? ഈശോയുടെ പഠനം ഏതുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വെറുതെ നിങ്ങൾ ആരെങ്കിലും മൈക്ക് ഓണാക്കി ഒന്ന് സുവിശേഷ പറയാമോ? ഭാഗ്യങ്ങൾ. സുവിശേഷ സുവിശേഷ ഭാഗ്യങ്ങൾ. ഭാഗങ്ങളിലെ ഏതാണ്? നീതിക്ക് അല്ല, ആദ്യത്തെ സ്വർഗസ്ഥനായ പിതാവേ. സ്വർഗസ്ഥനായ പിതാവേ, ആലോചിച്ചോ? ആത്മാവിൽ ദരിദ്രർ. ആത്മാവിൽ ദരിദ്രർ. എന്റെ പിതാവ് ദൈവമെല്ലാമാണ്, പിതാവിൽ മാത്രം സുവിശേഷിച്ച ദാരിദ്ര്യ വളർച്ചയാണ് ജീവിതമാണ് എന്നത്. രണ്ടാമത്തെ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ എന്നുള്ളത് ഏത് സുവിശേഷ ഭാഗ്യമാണ്? ആറാമത്തേത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യം. ഹൃദയശുദ്ധിയുള്ളവർ, ലക്ഷ്യബോധത്തോടെ ലക്ഷ്യം തെറ്റാതെ ജീവിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ, അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ളത് ഏതാണ് സുവിശേഷ ഭാഗ്യം? ഏഴാമത്തെ, സമാധാനം സ്ഥാപനം. സമാധാനം സ്ഥാപിക്കുക, എന്നോട് തന്നെ യുദ്ധം ചെയ്ത് എൻ്റെ ഉള്ളിൽ സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അടുത്തത്, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നുള്ളത് ഏതാണ്? മൂന്നാമത്തെ, ശാന്തശീലർ. ശാന്തശീലർ. അവിടുത്തെ ഹിതം ഇതാണെങ്കിൽ ശാന്തശീലതയോടെ എല്ലാത്തിനെയും സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥന ഏത് സുവിശേഷ ഭാഗ്യമാണ്? നാലാമത്തേതാണ്. നീതിക്കും വിശപ്പിനും വേണ്ടി ദാഹിക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക എന്നുള്ള സുവിശേഷ ഭാഗ്യവുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കണമേ എന്നുള്ളത് എത്രാമത്തെ സുവിശേഷ ഭാഗ്യമാണ്? അഞ്ചാമത്തെ, കരുണയുള്ളവർ ഭാഗ്യം. കരുണയുള്ളവർ, കാരുണ്യത്തിന്റെ മുഖമുള്ളവരാവുക എന്നുള്ളതാണ്. ഏഴാമത്തെ, ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നുള്ളത് എത്രാമത്തെ സുവിശേഷ ഭാഗ്യമാണ്? രണ്ടാമത്തേത്, രണ്ടാമത്തെ, വിലപിക്കുന്നവർ ഭാഗ്യം എന്നുള്ളത്. എട്ടാമത്തെ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളത് എത്രാമത്തെയാണ്? നീതിക്ക് വേണ്ടി പീഡനം സഹിക്കുന്നവർ. നമുക്ക് ഒരുമിച്ച് നമുക്ക് ആ പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന മുഴുവൻ സുവിശേഷ ഭാഗ്യമാണ്, ദൈവരാജ്യമാണ് എന്നുള്ള വലിയ ബോധത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ ദരിദ്രരായി വളരുന്നതിന്, ഹൃദയശുദ്ധിയുള്ളവരാകുന്നതിന്, സമാധാന സ്ഥാപകരാകുന്നതിന്,
ശാന്തശീലതയിലേക്ക് വളരുന്നതിന്, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നതിൽ, കാരുണ്യത്തിന്റെ മുഖമുള്ളവരാകുന്നതിൽ, വിലപിക്കുന്നവർ, എന്റെ പാവാവസ്ഥയോർത്ത് വിലപിക്കുന്നവരാകുന്നവരിൽ, ആ വിധത്തിൽ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണെന്ന് തിരിച്ചറിയുന്നതിലേക്ക്. അപ്പൊ ഈ സുവിശേഷ ഭാഗ്യങ്ങൾ മുഴുവൻ സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന തന്നെയാണ് എന്നാണ് നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചത്. ഇനി അവസാനമായിട്ട് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ അവസാനത്തെ മരണമൊഴികൾ, അവൻ ജീവിച്ച് കാണിച്ചു തന്ന അവസാനത്തെ മരണമൊഴികൾ എന്താണ് എന്നാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 19:27 നമ്മൾ കാണുന്നു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തമായി സ്വീകരിച്ചു. പരിപൂർണ്ണ നഗ്നനായി കുരിശിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കാൻ ആകുമ്പോൾ ഈശോ തനിക്ക് സ്വന്തമായി ആകെ ഉണ്ടായിരുന്നത് പരിശുദ്ധ അമ്മയാണ്. ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ അമ്മ മാത്രമാണ് ഈശോയ്ക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത്. ആ അമ്മ പോലും എൻ്റെ സ്വന്തമല്ല എന്നും അത് ദൈവം എനിക്ക് ദാനമായി തന്നതാണ് എന്നുമുള്ള വലിയ തിരിച്ചറിവോടെ യോഹന്നാന്റെ അമ്മയായി നൽകുകയാണ്, യോഹന്നാനെ മകനായി നൽകുകയാണ്. അത് ആത്മാവിൽ ദരിദ്രരാണ്. ഒന്നും എൻ്റെ സ്വന്തമല്ല. ഞാൻ ആ ദാരിദ്ര്യാരൂപി അവിടുന്ന് പഠിപ്പിച്ചു, പ്രാർത്ഥിച്ചു. അത് കുരിശിൽ അവിടുന്ന് ജീവിച്ചു കാണിക്കുകയാണ്. സ്വന്തം അമ്മയെ പോലെ യോഹന്നാനെ അമ്മയായി നൽകിക്കൊണ്ട്, അതുപോലും ദൈവം എനിക്ക് ദാനമായി തന്നതാണ്, എൻ്റെ സ്വന്തമല്ല, ആ അമ്മയിൽ പോലുമല്ല എൻ്റെ ജീവിതം, മറിച്ച് ദൈവം എനിക്ക് ദാനമായി തന്നതാണെന്നുള്ള വലിയ അവബോധം, ആ തിരിച്ചറിവ് ക്രിസ്തു തന്റെ ജീവിതത്തിൽ കാണിച്ചു തരുന്നതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. അത് ഒന്നാമത്തെ സുവിശേഷ ഭാഗ്യവുമായി ബന്ധപ്പെട്ട. മർക്കോസ് 15:34 നമ്മൾ കാണുന്നു, ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നത്. ലോകത്തിന്റെ മുഴുവൻ പാപഭാരവും അവൻ ഏറ്റെടുത്തത് വഴി പിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധം പരിപൂർണമായി വിച്ഛേദിക്കപ്പെടുകയാണ്. അപ്പൊ പാപത്തിന്റെ പരിണിത ഫലമായി ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന വലിയ വിലാപമാണ് നമ്മൾ കാണുന്നത്. ദൈവമേ, ഈ ലോകത്തിലെ തിന്മയുടെ മുഴുവൻ ഇതും ഏറ്റെടുത്തുകൊണ്ട് ആദ്യ മാതാപിതാക്കൾ മുതൽ അവസാനം വരെ ചെയ്യുന്ന മുഴുവൻ മനുഷ്യന്റെയും പാപത്തിന്റെ മുഴുവൻ ഇതും ഏറ്റെടുത്ത് സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അതിന് അവിടുന്ന് പരിഹാരം ചെയ്തത് വഴി പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ആ വിലപിക്കുന്നവർ, ഞാൻ സർവ്വ പാവഭാരവും അവൻ ഏറ്റെടുത്ത് അങ്ങനെ പിതാവിനോടുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കുന്നതിനെ നമ്മൾ കണ്ടെത്തുന്നത് രണ്ടാമത്തെ സുവിശേഷ ഭാഗവുമായിട്ട് അവൻ ജീവിതത്തിൽ കാണിച്ചു തരികയാണ്. ലൂക്ക 23:34 നമ്മൾ വായിക്കുന്നു, യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, എന്നാൽ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. കഠിനമായി അവൻ കുരിശിൽ കിടന്നുകൊണ്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ തന്നെ പീഡിപ്പിച്ച, തന്നെ ഉപദ്രവിച്ച എല്ലാവരോടും അവൻ ക്ഷമിക്കുകയാണ്. എല്ലാവരോടും പിതാവിനെ അറിയാതെയാണ്, ഇവരുടെ ജീവിതത്തിലുള്ള തിന്മയുടെ സ്വാധീനം കൊണ്ടാണ് ശാന്തശീലതയോടെ അവിടുന്ന് നിൽക്കുകയും പിതാവെ അവരുടെ മേൽ കുറ്റം ആരോപിക്കരുത് എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ക്രിസ്തുവിന്റെ ശാന്തശീലമായ മുഖഭാവം മൂന്നാമത്തെ സുവിശേഷ ഭാഗവുമായി അവിടുന്ന് ചേർന്ന് നിൽക്കുന്നു. അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് അത് ജീവിതത്തിൽ അവിടുന്ന് കാണിച്ചു തരികയാണ്. അടുത്തത് യോഹന്നാൻ സുവിശേഷം 19:28 എനിക്ക് ദാഹിക്കുന്നു, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യും. എനിക്ക് ലഭിക്കേണ്ട നീതിയല്ല ലഭിക്കുന്നതറിഞ്ഞ് കുരിശിൽ കിടന്നുകൊണ്ട് ഓരോരുത്തർക്കും ആ നീതി, ദൈവിക നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള തീക്ഷ്ണമായ ആഗ്രഹവും ദാഹവും അവിടുന്ന് പ്രകടിപ്പിക്കുകയാണ്. എനിക്ക് ദാഹിക്കുന്നു. ഓരോ വ്യക്തിക്കും അർഹതപ്പെട്ട, അവൻ അവകാശപ്പെട്ട ദൈവിക നീതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ അഭിലാഷവും ആഗ്രഹവും അവിടുന്ന് കുരിശിൽ കിടന്നുകൊണ്ട് കാണിച്ചു നൽകുകയാണ്. അവിടുന്ന് കുരിശിൽ കിടക്കുമ്പോൾ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് വിനാഗിരി കൊടുത്ത് കുറെ കൂടി അവനെ പ്രകോപനപരമാക്കുകയാണ്. അവനെ ലഭിക്കേണ്ട നീതിയല്ല ലഭിക്കുന്നത് എന്നുള്ളതെല്ലാം അവിടുന്ന് കാണിച്ചു തരികയാണ്. കരുണയുള്ളവർ സത്യം കൂടെ പരദീസയിലായിരിക്കും. അവസാനം വരെ, ജീവിതത്തിന്റെ അവസാനം വരെ ഏറ്റവും മോശമായി ജീവിച്ച, ഏറ്റവും തെറ്റിൽ ജീവിച്ച ആ നല്ല കള്ളന് പരദീസ നൽകിക്കൊണ്ട് അവിടുന്ന് കാരുണ്യത്തിന്റെ മുഖം കാണിക്കുകയാണ്. ഇന്ന് നീ പരദീസയിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. അവൻ തന്നെ പറയുന്നുണ്ട്, എനിക്ക് അർഹതപ്പെട്ടതാണ്, ഈ ശിക്ഷ നമുക്ക് അർഹതയുള്ളതാണ്, ഇവന് അതിനുള്ള അർഹതയല്ല അവന്റെ ശിക്ഷ എന്ന് പറയുമ്പോൾ ആ നല്ല കള്ളന് കാരുണ്യത്തിന്റെ മുഖം
അവസാനം വരെ ജീവിതത്തിൽ തെറ്റ് ചെയ്തവനും കാരുണ്യത്തിന്റെ മുഖം കാണിക്കുന്ന ക്രിസ്തുവിന്റെ ജീവിതമാണ് നമ്മുടെ മുമ്പിൽ അവിടുന്ന് വരച്ചു കാണിക്കുന്നത്. 5-ാമത്തെ സുവിശേഷ ഭാഗ്യമാണ്. ലൂക്ക 23:46 പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിക്കുമ്പോൾ ഹൃദയശുദ്ധിയോ ലക്ഷ്യം തെറ്റാതെ പിതാവിന്റെ പക്കൽ നിന്ന് വന്നുവെന്നും പിതാവിന്റെ പക്കൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും പരമേൽപ്പിക്കുന്നുവെന്നും എന്നൊരു വലിയ ബോധത്തോടെ പിതാവിന്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിക്കുകയാണ്. ഹൃദയശുദ്ധിയോടെ ലക്ഷ്യം തെറ്റാതെ ജീവിച്ച ക്രിസ്തുവിന്റെ ജീവിതത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. യോഹന്നാൻ 19:30 എല്ലാം പൂർത്തിയായിരിക്കുന്നു. കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു എല്ലാം പൂർത്തിയായി. തന്നോട് തന്നെ യുദ്ധം ചെയ്ത് തൻ്റെ ഉള്ളിൽ ദൈവരാജ്യം മുഴുവൻ സ്ഥാപിച്ചുകൊണ്ട് ക്രിസ്തു ദൈവരാജ്യമായി മാറുകയാണ്. അവിടുന്ന് തൻ്റെ ഉള്ളിൽ സമാധാനം സ്ഥാപിച്ച് സമാധാനത്തിന്റെ വ്യക്തിയായി അവിടുന്ന് രൂപപ്പെടുകയാണ്. 7-ാമത്തെ സുവിശേഷ ഭാഗ്യവുമായി ബന്ധപ്പെട്ടാണ്. യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടിപ്പിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. മത്തായി 27:26 നീതിക്ക് വേണ്ടിയുള്ള പീഡനം, ഒഴുക്കിനെതിരെയുള്ള നീന്തൽ, അവിടുന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഈ ഈശോയുടെ മരണമൊഴികൾ മുഴുവൻ നമ്മൾ കാണുന്നത് ഈശോയുടെ സുവിശേഷ ഭാഗ്യവുമായി ബന്ധപ്പെട്ടാണ്. ആത്മാവിൽ ദരിദ്രൻ എന്നുള്ളത് ഏത് സുവിശേഷ ഭാഗ്യം? ആ സുവിശേഷ ഭാഗ്യം അവിടുന്ന് കുരിശിലെ ഏത് മൊഴിയാണ് എന്ന് പറഞ്ഞു? ഇതാ നിന്റെ അമ്മ. ഇതാ നിന്റെ അമ്മ. അമ്മയെ പോലും നൽകിക്കൊണ്ട് ആ അമ്മ പോലും എന്റെ സ്വന്തമല്ല എന്ന് ദാരിദ്ര്യാരൂപി. രണ്ടാമത്തെ വിലപിക്കുന്നവർ എന്താണ്? ഏതാണ് കുരിശിലെ മൊഴി? എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ശാന്തശീലർ എന്നുള്ളത് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. പിതാവേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ ഈശോയുടെ വാക്കുകൾ. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുക എന്നുള്ളത് എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളത്. കരുണയുള്ളവർ നീ ഇന്ന് എന്നോട് കൂടെ പർദേശായിലായിരിക്കും. നല്ല കള്ളന്. ഹൃദയശുദ്ധിയുള്ളവർ പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു. അവിടുത്തെ മരണസമയത്തുള്ളതാണ്. സമാധാന സ്ഥാപകൻ എല്ലാം പൂർത്തിയായിരിക്കുന്നു. നീതിക്ക് വേണ്ടി പീഡനം, യേശുവിനെ ചമ്മട്ടി കൊണ്ട് കുരിശിൽ അവിടുന്ന് പീഡിപ്പിക്കപ്പെട്ടു. അപ്പൊ ഈശോയുടെ ആ പഠനം മുഴുവൻ, സുവിശേഷ ഭാഗ്യം മുഴുവൻ അവന്റെ ജീവിതത്തിന്റെ അവസാനം അവൻ ജീവിച്ചു കാണിച്ചു തരുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ അവിടുത്തെ പഠനം സുവിശേഷ ഭാഗ്യമാണ്. ആ പഠനം തന്നെയാണ് അവിടുന്ന് പ്രാർത്ഥനയാക്കിയത്. ആ പ്രാർത്ഥന തന്നെയാണ് ജീവിതമാക്കിയത്. ഈശോയുടെ പഠനം ആത്മാവിൽ ദരിദ്രരായിരുന്നു എന്നെങ്കിൽ പ്രാർത്ഥനയിൽ ഏതാണ് പ്രാർത്ഥിച്ചത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതാണ്. ജീവിതത്തിൽ എന്താണ്? സ്വന്തം അമ്മയെ പോലും നൽകിക്കൊണ്ട് ആ ജീവിതത്തിൽ കാണിച്ചു തന്നു. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് അവിടുന്ന് പഠിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ അവിടുന്ന് പറഞ്ഞു. ഒപ്പം എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് കുരിശിൽ അവിടുന്ന് കാണിച്ചു തന്നു. ശാന്തശീലർ എന്നുള്ള സുവിശേഷ ഭാഗ്യം അവിടുന്ന് പഠിപ്പിച്ചപ്പോൾ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് പറഞ്ഞു. കുരിശിൽ വെച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് അവിടുന്ന് പറഞ്ഞു. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ എന്നുള്ളത് അവിടുന്ന് പഠിപ്പിച്ചു. അത് അന്നു വേണ്ടുന്ന ആഹാരം എന്നുള്ള പ്രാർത്ഥനയാക്കി അവിടുന്ന് മാറ്റി. എനിക്ക് ദാഹിക്കുന്നു എന്ന് വിശുദ്ധ കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് കാണിച്ചു തന്നു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ 8 കാര്യങ്ങളും അവിടുത്തെ പഠനവും പ്രാർത്ഥനയും ജീവിതവും ഒന്നാണ്. അത് മുഴുവൻ ദൈവരാജ്യമാണ്. ഇപ്പൊ ഈശോയുടെ ജീവിതം മുഴുവൻ ദൈവരാജ്യമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് CCC വായിക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ, CCC 1716 നമ്മൾ തുടക്കത്തിൽ കണ്ട സുവിശേഷ ഭാഗ്യമാണ്. അവിടെ പറയാണ് സുവിശേഷ ഭാഗ്യങ്ങൾ യേശുവിന്റെ പ്രഘോഷണത്തിന്റെ ഹൃദയഭാഗമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് അബ്രഹാം മുതൽ നൽകപ്പെട്ട വാഗ്ദാനങ്ങൾ അവയിലൂടെ തുടരുന്നു. അവ വാഗ്ദാനങ്ങളെ പൂർത്തിയാക്കുന്ന ഒരു ഭൂപ്രദേശത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നത് മാത്രം ലക്ഷ്യം വെച്ചല്ല, സ്വർഗരാജ്യം ലക്ഷ്യം വച്ചാണ്. അവിടുത്തെ പഠനവും പ്രാർത്ഥനയും ജീവിതവും മുഴുവൻ സുവിശേഷ ഭാഗ്യങ്ങളാണ് എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സുവിശേഷ ഭാഗ്യങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോകുമ്പോൾ വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചിത്രം ഈശോയുടെ ഉള്ളടക്കം മുഴുവൻ ദൈവരാജ്യമാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ആ ദൈവരാജ്യം ഉപമകളിലൂടെ അവിടുന്ന് പഠിപ്പിച്ചത് ദൈവരാജ്യമാണ്. അവിടുന്ന് അവിടുത്തെ പഠനത്തിന്റെ കേന്ദ്രമായ സുവിശേഷ ഭാഗ്യങ്ങൾ മുഴുവൻ ദൈവരാജ്യത്തെ കുറിച്ചുള്ളതാണ് എന്നുള്ളതാണ് അവിടുന്ന് നമ്മളെ
സൂചിപ്പിക്കുന്നത്. വീണ്ടും അവിടുത്തെ പ്രാർത്ഥന മുഴുവൻ സുവിശേഷ ഭാഗ്യമാണ്. സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥന മുഴുവൻ ആ ദൈവരാജ്യമാണ്, അത് സുവിശേഷ ഭാഗ്യങ്ങളാണ് എന്നുള്ളതാണ്. അടുത്ത് അവിടുത്തെ ജീവിതം മുഴുവൻ കുരിശിൽ അവിടുന്ന് കിടന്നുകൊണ്ട് പറഞ്ഞ അവസാനത്തെ 7 മൊഴികൾ മുഴുവൻ സുവിശേഷ ഭാഗ്യമാണ്, ദൈവരാജ്യമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് മുഴുവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവിന്റെ കെരിസോയുടെ ഉള്ളടക്കം മുഴുവൻ ദൈവരാജ്യമായിരുന്നു എന്നുള്ളതാണ്. തന്നിട്ടേ പോകാവല്ലേ അച്ഛാ? തീർച്ചയായിട്ടും. അപ്പൊ ആദ്യമായിട്ട് വളരെ മനോഹരമായി, വളരെ കണക്ട് ചെയ്ത്, വളരെ സുന്ദരമായിട്ട് പ്രസന്റ് ചെയ്തു. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. സുവിശേഷ ഭാഗ്യങ്ങള്, അതുപോലെ തന്നെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, അതുപോലെ തന്നെ മരണമൊഴി, ഇതെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ട് നമ്മൾക്ക് ക്ലാസ് ആയിരുന്നു. ആത്മാവിൽ തിരിച്ചറിവുണ്ടോ, ദൈവത്തിൽ ആശ്രയിച്ചാണോ നമ്മൾ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ആ ഒരിത്. അതുപോലെ രണ്ടാമത്തത് വിലപിക്കുന്നവർ വരുമ്പോഴത്തേക്ക് നമ്മള് നമ്മുടെ അവസ്ഥകളെ തുറവി നമ്മൾക്കുണ്ടോ എന്നുള്ള ആ അവസ്ഥ. അതുപോലെ ശാന്തശീലർ, അവിടെയും നമ്മൾ വികാരപരമായി പ്രവർത്തിക്കാതെ അവസ്ഥ നമ്മൾ മുന്നോട്ട് പോകണമെന്നുള്ളത്. പിന്നെ നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും, ദൈവഹിതം അനുസരിച്ച് നീതി നടപ്പാക്കാനുള്ള ആ വിശപ്പ്, നിലപാടെടുക്കല്, അതിനെപ്പറ്റിയാണ് അവിടെ പറഞ്ഞത്. വീണ്ടും കരുണയുള്ളവർ, പ്രവൃത്തിയിൽ എല്ലാവരോടും ആ ക്രിസ്തുവിന്റെ ആ മുഖം, നമ്മൾ കരുണ പ്രവർത്തിക്കുവാനുള്ള ആ ഒരു ആഗ്രഹവും അത് നമ്മൾക്ക് വേണം. പിന്നെ ഹൃദയശുദ്ധിയുള്ളവർ, അവിടെ പറയുന്നത് ലക്ഷ്യം തെറ്റാതെ നമ്മൾ യാത്ര ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ എന്തെല്ലാം തന്നെങ്കിലും നമ്മുടെ സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയുള്ള അത് ലക്ഷ്യം തെറ്റാതെ നമ്മൾ പോകണമെന്നുള്ളതിനെ പറ്റിയാണ്. പിന്നെ സമാധാന സ്ഥാപകർ തന്നോട് തന്നെ നിരന്തരം യുദ്ധം ചെയ്യണമെന്നതിനെ പറ്റിയുള്ള ആ ഒരിതാണ്. വീണ്ടും നമ്മളെ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ മുഖമാണ്, ആത്മാവിൽ ദരിദ്രർ, അവിടെ നമ്മൾ അറിവ്, വളർച്ച, അങ്ങനെ വളരെ മനോഹരമായിട്ട് ഇത് പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മുടെ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുമായിട്ട് നമ്മളെ കണക്ട് ചെയ്തു. അതിലൊന്നാമത്തത് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളത് സുവിശേഷ ഭാഗ്യമായി നോക്കുമ്പോൾ ആത്മാവിൽ ദരിദ്രർ എന്നുള്ള അതുമായിട്ട്, അതായത് ദൈവത്തിലുള്ള ആശ്രയം വെച്ചുകൊണ്ട് നമ്മൾ പോവുക, ദൈവത്തിലാണ് എൻ്റെ സുരക്ഷ എന്നുള്ള ആ ഒരു കരുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഇത്. രണ്ടാമത്തതാണ് സ്വർഗസ്വനായ പിതാവേ എന്നുള്ളതിൽ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. അവിടെ നമ്മളെ കാണിച്ചത് ആ അപ്പന്റെ പേര് നമ്മൾ കോട്ടം വരുത്താതെ ജീവിക്കണം, അതായത് ഹൃദയശുദ്ധിയുള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം. ഹൃദയശുദ്ധിയുള്ളവരാകുമ്പോൾ ലക്ഷ്യം തെറ്റാതെ നമ്മൾ പോകണം എന്നുള്ളതിനെ പറ്റിയാണ് അവിടെ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്താണ് അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണം, അവിടെ ലക്ഷ്യം തെറ്റാതെ നമ്മൾ യാത്ര ചെയ്യണം. ഹൃദയശുദ്ധി ഉള്ളതിന്റെ ഇതാണ് സുവിശേഷ ഭാഗ്യവുമായിട്ട് വരുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ. പിന്നെ പ്രാർത്ഥനയുടെ മൂന്നാമത്തേത് അങ്ങയുടെ രാജ്യം വരണം, അവിടെ നമ്മൾ സുവിശേഷ ഭാഗ്യമായിട്ട് വരുമ്പോൾ സമാധാനം സ്ഥാപിക്കുന്നവരായി മാറണം, ആ ഒരു ഇതാണ്. അപ്പോൾ അവിടെ അവിടുത്തെ രാജ്യം വരണമെങ്കിൽ നമ്മോട് തന്നെ ഒരു യുദ്ധം ചെയ്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഈശോയുടെ ജീവിതത്തെ പറ്റി പറഞ്ഞ് 30 വർഷം അവിടെ രഹസ്യമായി ജീവിച്ചപ്പോഴും പിന്നെ 3 വർഷം അപ്പോഴും പിതാവിന്റെ ഇഷ്ടം നിർവഹിച്ച് എന്നോട് തന്നെയുള്ള യുദ്ധം, അവിടുത്തെ രാജ്യം വരുവാൻ വേണ്ടിയുള്ള അവിടുത്തെ ആഗ്രഹവും അവിടുത്തെ പരിശ്രമവും ഒക്കെയാണ് അവിടെ നമ്മളെ വരച്ച് കാണിച്ചത്. നാലാമത്തേത് അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അങ്ങയുടെ ഹിതം. ഇവിടെ ശാന്തശീലർ എന്നുള്ള ആ ഒരു സുവിശേഷ ഭാഗ്യത്തെ പറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രശ്നങ്ങളുള്ളപ്പോഴും അതുപോലെ ഈശോയുടെ ജീവിതത്തെ പറ്റി പറയുമ്പോൾ അവിടുന്ന് കുരിശിൽ കിടന്നപ്പോഴും ശാന്തത കൈവിടിഞ്ഞില്ല എന്നുള്ളതാണ്. അത് നമ്മുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ ശാന്തതയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അഞ്ചാമത്തത് അന്നൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഇവിടെ സുവിശേഷ ഭാഗ്യത്തെ പറ്റി വന്ന് നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സ്വീകരിക്കുന്നവര്, അതായത് ചുറ്റുമുള്ളവർക്ക് നീതി കിട്ടുവാൻ വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം ഇവിടെ കാണിക്കുകയാണ്. വീണ്ടും സർവ്വസ്വനായ പിതാവേ, ആറാമത്തെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ, ഇവിടെ കരുണയുടെ മുഖമാണ്, കരുണയുള്ളവരായിട്ടുള്ള ആ ഒരു അവസ്ഥയാണ് നമ്മൾ കാണിക്കുന്നത്. വീണ്ടും ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇവിടെ സുവിശേഷ ഭാഗ്യമായി വരുമ്പോൾ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള ആ സുവിശേഷ ഭാഗ്യവുമായിട്ടാണ്. വീണ്ടും ഏഴാമത്തത് ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്താതെ ഞങ്ങൾക്ക് തുറമേ എന്നുള്ള ആ ഒരു ഇതാണ്.
വീണ്ടും നമ്മൾ പിന്നെ അത് രണ്ടുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. സ്വർഗസ്വനിതാവ്, ആത്മാവിൽ ദരിദ്രർ, അങ്ങനെയുള്ളതിനെ പറ്റി കണക്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. അവളൊക്കെ വളരെ മനോഹരമായിട്ട് അത് എല്ലാം ക്ലാസ് ആയിരുന്നു. നമ്മളത് വീണ്ടും വീണ്ടും നമ്മൾ ആഴത്തിൽ നമ്മൾ അതിനെപ്പറ്റി ധ്യാനിച്ചു കഴിയുമ്പോൾ കൂടുതൽ നമ്മൾ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങുവാനായിട്ട് സാധിക്കും. കൂടുതൽ അതിൻ്റെ അർത്ഥവ്യാപ്തിയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനൊക്കെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. വീണ്ടും പിന്നെ പറഞ്ഞത് മരണമൊഴികളെ പറ്റിയാണ്. ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്ന യോഹന്നാൻ 19:27 അതാണ് ഒന്നാമത്തെ ഇത് പറഞ്ഞത്. അവിടെ അതുപോലെ ഈശോ തൻ്റെ അമ്മയെ പോലും യോഹന്നാന് കൊടുക്കുകയാണ്, സമ്പൂർണമായി കൊടുക്കുകയാണ്. അവിടെ ആത്മാവിൽ ദരിദ്ര എന്നുള്ള ആ വിശേഷ ഭാഗ്യവുമായിട്ട് കണക്ട് ചെയ്താണ് അവിടെ. രണ്ടാമത്തത് എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ളതിൽ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ളതാണ്. ആ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം പോലും അതിനെ പറ്റിയാണ് പറയുന്നത്. എൻ്റെ അമ്മയെ എന്നെ ഉപേക്ഷിച്ചോ, അതായത് പാപത്തിന്റെ ഇത് വരുമ്പോഴും ആ ബന്ധമൊക്കെ അകന്നു പോകാൻ സാധ്യതയുണ്ട്. പാപം അത്രയധികം ഇതാണെന്നുള്ള ആ ഒരു സൂചന കൂടിയുണ്ട്. മൂന്നാമത്താണ് യേശു പറഞ്ഞ ലൂക്കാ 23:34 യേശു പറഞ്ഞ പിതാവേ അവരോട് ക്ഷമിക്കണമേ. ഇവിടെ സുവിശേഷ ഭാഗ്യത്തിലെ ശാന്തശീലർ ഭാഗ്യവാൻ ചെയ്തുകൊണ്ടുള്ള ഒരിതാണ്. നാലാമത്തത് എനിക്ക് ദാഹിക്കുന്നു. ഇവിടെ നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുക എന്നുള്ള ആ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്താണ്. അഞ്ചാമത്തത് സത്യമായി നിങ്ങളോട് പറയുന്നു, നീ നിന്നോടുകൂടെ പർദീസായിൽ ആയിരിക്കും. കരുണയുടെ ഒരു മുഖമാണ് ഇവിടെ കാണുന്നത്, കരുണയുടെ. പിന്നെ ആറാമത്തത് പിതാവേ അവിടെ ഹൃദയശുദ്ധിയുള്ള ആ സുവിശേഷ ഭാഗ്യമായിട്ടുള്ള കണക്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഏഴാമത്തത് യോഹന്നാൻ 19:30 എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇവിടെ സമാധാന സ്ഥാപകർ എന്നുള്ള സമാധാനം സ്ഥാപിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് വളരെ മനോഹരമായിട്ട്. അതിനുശേഷം വീണ്ടും അതിനെല്ലാം കണക്ട് ചെയ്ത് പഠനവും ജീവിതവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തു തന്നു. വളരെ മനോഹരമായിട്ട് ഇതെല്ലാം കണക്ട് ചെയ്തത് വളരെ ഇതായിരിക്കുന്നു, വളരെ കാര്യമായിരിക്കുന്നു. അതിനെ പ്രത്യേകമായിട്ട് ഷിബുവിന് നന്ദി പറയുകയാണ്. അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുവേ, അവിടുന്ന് പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അത് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് സുവിശേഷ ഭാഗ്യവുമായി കണക്ട് ചെയ്ത് വളരെ മനോഹരമായി അവിടുത്തെ നാമം പൂജിതമാകണമേ, അവിടുത്തെ രാജ്യം വരണമേ, ആ പ്രാർത്ഥന ഞങ്ങളെ ഒന്നും ജീവിക്കുവാനായിട്ട് അതിൻ്റെ ആഴവും അർത്ഥവും ഒക്കെ മനസ്സിലാക്കി ജീവിക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ഓരോരുത്തരും തരണമേ. പരിശുദ്ധാത്മാവ് നമ്മൾ വന്നു കഴിയുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ ആഴത്തിൽ അതിനെ മനസ്സിലാക്കുവാനും ആഴത്തിൽ അതിനെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മൾക്കറിയാം. അതുപോലെ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ശുഭനെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. അതുപോലെ നമ്മൾ ഓരോരുത്തരുടെ നിയോഗങ്ങളെയൊക്കെ അനുഗ്രഹിക്കുന്ന എല്ലാ പരിസ്ഥിതികളിലും ഈശോ ദൈവരാജ്യ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകാൻ, ഈശോയ്ക്ക് സാക്ഷികളായി മുന്നോട്ട് പോകാനുള്ള കൃപ തരണമേ. അതുപോലെ രോഗാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്, ആശുപത്രിയിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ സൗഖ്യം ലഭിക്കട്ടെ എന്നെല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ പിതാവിന്റെ സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെ മുഖ്യദൂതന്മാരുടെ കാവൽമാലാഹയുടെ ദൈവമാധ്യസ്ഥം നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പിതാവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ആവശ്യമില്ലാത്ത കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരിയുടെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ പിതാവിന്റെ ഒക്കെ മാധ്യസ്ഥം ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. താങ്ക് യു അച്ഛാ. വളരെ നന്നായിട്ടൊരു കൺക്ലൂഷനും കൂടെ ആയപ്പോഴത്തേക്കും പാഠം പെർഫെക്റ്റ് ആയി. താങ്ക് യു അച്ഛാ. ബ്ലസ്സിങ്ങിനെല്ലാം വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് അച്ഛൻ ലേറ്റ് ആയെന്നാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് വളരെ നന്ദി കേട്ടോ. സിസ്റ്റർ ഇറങ്ങി തോന്നുന്നു. സിസ്റ്ററെ സമയമുണ്ടോ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാം. അതായത് വളരെ മനോഹരമായിരുന്നു. എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി. എങ്ങനെയാണ് അത് കണക്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക്, അതായത് സുവിശേഷ ഭാഗ്യങ്ങളെ എപ്രകാരം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും ഈശോയുടെ അവസാനത്തെ മൊഴികളുമായിട്ട് കണക്ട് ചെയ്ത് അത് എപ്രകാരം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു അത് വിശുദ്ധ കുർബാനയിൽ നമുക്ക് എപ്രകാരം അതിനെ ഇത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിലേക്ക് അത് ആസ്വാദ്യമാക്കി തീർക്കാൻ സാധിക്കും എന്നുള്ള ഒരു
ഇത് മൂന്നിനെയും കണക്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഒത്തിരി ഒത്തിരി മനോഹരമായിട്ട് നല്ല ഒരു സന്തോഷം തോന്നി. ഒരിക്കലും കേട്ടിട്ടില്ല ഇങ്ങനെ കണക്ട് ചെയ്ത് അതിനെ ഇത് ചെയ്ത്. നമ്മൾ പല പ്രാവശ്യം പല രീതിയിൽ നമ്മളിപ്പോ ഒറ്റയായിട്ടെല്ലാം കേട്ടിരിക്കണമല്ലാതെ ഒരു ഭാഗത്തു നിന്ന് ഇപ്പൊ ഈ സുവിശേഷ ഭാഗ്യങ്ങള് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയായിട്ട് കണക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് തന്നെ ഈശോയുടെ അവസാനത്തെ മൊഴികളുമായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. ഒത്തിരി മനോഹരമായിരുന്നു ആ ക്ലാസ്സുകൾ കണക്ട് ചെയ്ത്. അപ്പൊ ഒത്തിരി നന്ദി. ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു. താങ്ക് യു സിസ്റ്റർ. ഷിജു. ഓക്കെ. അപ്പൊ സന്തോഷം. നമ്മളൊരു ആദ്യത്തെ ഒരു ഭാഗത്തിന്റെ ഒരു ഏറ്റവും വളരെ ഈ കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മർമ്മകേന്ദ്രമായ ഒരു സാധനം നമ്മളിങ്ങനെ മനസ്സിലാക്കി എടുക്കുകയാണ്. നിങ്ങളുടെ വീഡിയോ ഒക്കെ ഓണാക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഓണാക്കിയാൽ എനിക്ക് മുഖം കൂടെ കാണാമല്ലോ. അപ്പൊ അത് ഇപ്പൊ കേട്ടപ്പം വളരെ കണക്റ്റഡ് ആവുന്നൊക്കെ നമുക്ക് തോന്നി. പക്ഷേ നാളെ രാവിലെ കാപ്പി കുടിക്കുമ്പോൾ ഓർക്കുമ്പോൾ ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല. ഇതെല്ലാം മറന്നുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഇത് ശരിക്കും അങ്ങ് കണക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യേശുക്രിസ്തു അല്ലേ, രണ്ടാമത്തെ ക്രിസ്തുവായി നമ്മൾ ജീവിച്ചു പോകും. അതുകൊണ്ട് ഈ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഈ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന മുഴുവനാക്കാൻ പറ്റിയില്ലെന്നാണ് പറയുന്നത്. പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ, കാരണം ഈ കണക്ഷൻ്റെ ഇതുള്ളതുകൊണ്ട്. നമുക്കത് ഇല്ലാത്തത് കൊണ്ട് ഒരു ദിവസം 25,000 വരെ ചെല്ലുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ പറയുന്നത് ഞാൻ ഇന്ന് 25 ചെല്ലി, നീ 20,000 അല്ലേടെ ചെല്ലിയുള്ളൂ, ഞാൻ ഇതിനെ കഴിഞ്ഞ് ഇച്ചിരി കൂടെ മെച്ചപ്പെട്ടവനാണ്, 25,000 പ്രാവശ്യം എനിക്ക് ചെല്ലാൻ പറ്റിയെന്നാണ് നമ്മളിങ്ങനെ പ്രാർത്ഥനയുടെ എണ്ണത്തിലാണെന്ന് പറയുന്നത്. പക്ഷേ അസീസിയെ പോലെയുള്ള വലിയ വിശുദ്ധരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ പ്രാർത്ഥനയും സുവിശേഷ ഭാഗ്യവും യേശുവിന്റെ ജീവിതം ഒന്നായിരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ ജീവിക്കേണ്ടതും ക്രിസ്തുവായി തന്നെയാണെന്ന് തിരിച്ചറിവിൽ നിന്ന് അസീസിക്ക് പലപ്പോഴും അത് പ്രാർത്ഥന പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പൊ ശരിക്കും ഇത് നമ്മളങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന പൂർത്തിയാക്കാതെ നമ്മൾ സ്റ്റക്കായി പോകുന്ന പറയുന്നത്. നമ്മൾ നിന്നുപോകും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പം തന്നെ ആ പിതാവ് എൻ്റെ എല്ലാമാണ്, ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ലെങ്കിലും ഞാൻ രാജാവിന്റെ മകനാണല്ലോ, പിതാവായ ദൈവത്തിന്റെ മകനാണ്. അപ്പൊ ഒന്നുമില്ലെങ്കിലും ഇപ്പൊ ചിലരെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ പറയില്ലേ, അവിടെ നടപ്പ് കണ്ടില്ലേ, രാജാവിനെ പോലെ നടക്കുന്നേ, കയറി കിടക്കാൻ ഒരു സെന്റ് സ്ഥലവും ഇല്ല, കഞ്ഞി കുടിക്കാൻ മാർഗമില്ല, പക്ഷെ അവന്റെ ആ നടപ്പും ഭാവവും ഒക്കെ കണ്ടില്ലേ എന്ന് പറയുന്നത് പോലെ അതിന്റെ വേറൊരു പോസിറ്റീവ് സൈഡിൽ എടുത്താൽ അതുപോലത്തെ ആഘോഷമായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കണം എന്നുള്ളതാണ് ദാരിദ്ര്യാരൂപി എന്ന് പറയുന്നത്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നന്ദി പറയുകയാണ്. പിതാവേ, നീ എൻ്റെ അപ്പനായിരിക്കുന്നതിൽ, ഞാൻ എല്ലാം ഉള്ളപ്പോഴും ഒന്നുമില്ലാതെ ജീവിക്കാൻ ഇന്ന് എനിക്ക് കഴിയുന്നതിൽ, ഇന്ന് ഞാൻ ഈ കഴിഞ്ഞ നാളുകളിലൂടെ ഒന്ന് ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്, വൈകുന്നേരം കിടക്കാൻ നേരത്തെ എല്ലാറ്റിനെയും ഓർത്ത് നന്ദി പറയും. ദൈവം ഇന്ന് രാവിലെ എഴുന്നേറ്റു, കാപ്പി കുടിച്ചു. അപ്പോൾ കാപ്പി ഇടാൻ വേണ്ടി ഭാര്യ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി, ഭാര്യ എന്നെ സഹായിച്ചു. ദൈവമേ, ആ ഭക്ഷണമൊക്കെ ഞാൻ മേടിച്ച കടക്കാരൻ എന്നെ സഹായിച്ചു. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഒക്കെ നോക്കി, ഒരു ദിവസം ഒരു 10,000 ആൾക്കാരെങ്കിലും എൻ്റെ ഈ ചെറിയ ജീവിതത്തെ സഹായിക്കുന്നു, അവരുടെ സാന്നിധ്യം കൊണ്ട്, പ്രാർത്ഥന കൊണ്ടൊക്കെ. അപ്പൊ നമ്മളൊക്കെ ഓരോ ദിവസവും നോക്കാം, അപ്പൊ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകൂലേ? ഇത്രയും നിസ്സാരരായ, പാപിയായ, ബലഹീനായ എന്നെ ഒരു ദിവസം ജീവിക്കാൻ വേണ്ടി 10,500-ലധികം ആൾക്കാരുടെ സാന്നിധ്യവും സഹായവും ഉണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ആ കാഴ്ചപ്പാടോടെ ഞങ്ങൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പൂർത്തിയാക്കാൻ പറ്റില്ല, കണ്ണ് നിറഞ്ഞിട്ട്. ഞാൻ അതിന്റെ ആദ്യത്തെ ഒറ്റ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ഈശോയ്ക്ക് ഏറ്റവും സ്വന്തമായിട്ടുണ്ടായിരുന്ന പരിശുദ്ധ അമ്മയെ ഈശോ യോഹന്നാന് കൊടുത്തു. യോഹന്നാൻ നമ്മുടെ പ്രതിനിധിയാണ്. ഈ യോഹന്നാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പുതപ്പും പുതച്ച് തീ കാഞ്ഞുകൊണ്ട് നിന്ന പാർട്ടിയാ. തീ കാഞ്ഞുകൊണ്ട് ഒറ്റ പുതപ്പും പുതച്ച് ഈശോയുടെ പുറകെ പോയ പാർട്ടിയാണ്. ഈശോ പിടിക്കപ്പെടുമ്പോൾ പട്ടാളക്കാർ ഓടിച്ചിട്ട് ഈ മനുഷ്യനെ പിടിച്ചു എന്നാ പറയുന്നത്. നമ്മളെ പോലെ തന്നെ നാണമില്ലാത്തത് കൊണ്ട് ആ പുതപ്പ് ഊരി കൊടുത്തിട്ട് നഗ്നനായി ഓടിപ്പോയി എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ആളുടെ കയ്യിലാണ് ഈ ഈശോ ആരെ ഏൽപ്പിച്ചത്? അമ്മയെ ഏൽപ്പിച്ചത്. നമ്മുടെ കൂടെ കട്ടിലെ കിടന്നുറങ്ങുന്ന ജീവിത പങ്കാളിയുടെ കയ്യിൽ പലതും ഏൽപ്പിക്കാനുള്ള ധൈര്യവും ബലവും ഒന്നും നമുക്കില്ല. നമ്മൾ നൊന്ത് പ്രസവിച്ച മക്കളുടെ കയ്യിൽ പലതും ഏൽപ്പിക്കാനുള്ള ധൈര്യവും ബലവും നമുക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും
അത്തരത്തിൽ ഈശോ എന്ത് വിശ്വസിച്ചാണ് ഈ ശിഷ്യന്റെ കയ്യില് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയെ കൊണ്ടുപോയി കൊടുത്തതെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എല്ലാം കൊടുത്തു. ദാരിദ്ര്യാരൂപി എന്ന് പറയുന്നതിലേക്ക് അത് സങ്കടപ്പെട്ടൊന്നും അല്ല കൊടുത്തത്, വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി. അപ്പൊ നമ്മൾ ഇനി എന്തേലും വളരാനുണ്ട്, ഇനി എന്തേലും സമർപ്പിക്കാനുണ്ട്, ഇനി എന്തേലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊടുക്കാനുണ്ട്, ഇത് ഓർക്കുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും, അപ്പൊ ഉറക്കം പോകും. ഒരു തലത്തിൽ സ്വർഗസ്നാപിതാവെ പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷം കൊണ്ട് നമ്മുടെ പ്രാർത്ഥന പൂർത്തിയാക്കാൻ പറ്റാതെ വരും. ഇനിയും കുറെ കൊടുക്കാനുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ ദൈവമേ ഒന്നും എത്തിയില്ലല്ലോ എന്നുള്ള ഓർമ്മയിൽ നിന്ന് നമ്മുടെ ജീവിതം സ്റ്റക്കായി പോകുമെന്നാ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ വളരാൻ നമ്മളെ സഹായിക്കാം. ഞാന് അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും ഞാൻ ഇന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എനിക്ക് അതായിട്ടില്ല. ഞാൻ അടുത്ത ആഴ്ച ഞാൻ ഒന്ന് ഷെയർ ചെയ്യാം. ഒറീസയിൽ പോയതുമായി ബന്ധപ്പെട്ട് അതിന് എന്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു സങ്കടം, നമ്മളിത് പഠിക്കുമ്പോഴൊക്കെയാണല്ലോ നമുക്ക് ആ സങ്കടം ഒന്ന്. ബീഹാറിൽ ഞങ്ങള് മുഴുവൻ പോയടത്ത് ഇത് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പാറ്റ്ന ഡയസിസ് ആണ്. 16 ജില്ലകളുണ്ട്. അതിൽ ഒരു ജില്ലയിൽ ഒരു പള്ളി പോലും ഇല്ല. പാറ്റ്ന ജില്ലയിൽ മാത്രമാണ് 10-14 പള്ളിയുള്ളത്. ഏറ്റവും വലിയ ഒരു ജില്ലയിൽ ഒറ്റ പള്ളിയാണ്. അപ്പൊ നമ്മൾ പോയി കാണുമ്പോൾ ഇനിയും നമ്മളൊക്കെ ഇങ്ങനെ സുവിശേഷമായിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമ്മുടെ കർത്താവിനെ ഇനിയും അറിയാത്ത മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കൊടുക്കാൻ നമ്മൾ പോകണ്ടായി. ഞങ്ങൾ ഏതായാലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. 1800ഓളം കിലോമീറ്റർ യാത്ര ചെയ്ത് ഈശോയുമായിട്ട് യാത്ര ചെയ്തു. യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വന്ന അച്ഛൻ അതിലേറെ പ്രയാസങ്ങൾ ഉണ്ടായി. കാരണം പല അച്ഛന്മാരും അച്ഛനെ ഇങ്ങനെ വിശുദ്ധുറാനായിട്ട് പോകാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനെ ഭയങ്കരമായിട്ട് നിരുത്സാഹപ്പെടുത്തി. അച്ഛൻ്റെ കൂടെ വരാനായിട്ട് വേറെ ഒരു അച്ഛന്മാരും തയ്യാറായില്ല. അപ്പൊ അങ്ങനത്തെ ഒക്കെ പ്രതിസന്ധികളുടെ ഇടയിലും ബീഹാർ മുഴുവൻ നമുക്ക് പോകാനായി. നമുക്ക് ഭാരതത്തിൽ പ്രത്യേകിച്ച് ഇനിയും ധാരാളം സ്ഥലമുണ്ട്. എനിക്ക് അമേരിക്കയിൽ ഇനിയും അനേകം മനുഷ്യർ, ഇപ്പൊ ട്രംപുകടെയാണ് വന്നിരിക്കുന്നത്, ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്ക് കർത്താവിന്റെ സുവിശേഷം അവിടെയുള്ള മനുഷ്യർക്ക് കൊടുക്കാനുള്ള ഒരു വഴി തുറന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവരാജ്യം അത് യേശുവിന്റെ ജീവിതം തന്നെയാണ്, യേശുവിന്റെ സ്വപ്നം തന്നെയാണ്. യേശു അതിൽ നിന്ന് ഒരു ഇഞ്ച് മാറിയിട്ടില്ല, നമുക്കും മാറാൻ അവകാശമില്ല. നമ്മുടെ പ്രാർത്ഥന ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനയാണ്. അമേരിക്ക മുഴുവൻ കർത്താവിന്റെ രാജ്യമാകണമേ. അമേരിക്കയിലെ മുഴുവൻ മനുഷ്യരും കർത്താവിനെ അറിയുന്നത് വരെ ഉള്ള ദാഹവും തീഷ്ണതയും വിശപ്പും തരണമേ. അമേരിക്കയിലെ മുഴുവൻ മനുഷ്യരും കർത്താവിന്റെ സ്വന്തമാകുന്നതുവരെ ഉറങ്ങാതിരിക്കാനായിട്ട് സഹായിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാനുള്ള വിശാലത നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു ഷിജു.